ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിച്ചൂസ് അക്കാഡമി. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDC 2024 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ 114ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3, സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. 2. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ 1, ജീവകം ബി. ആൻസർ ഓപ്ഷൻ 1, ജീവകം ബി. 3. താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകളിൽ തെറ്റായത് ഏതാണ്? പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. 4 സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ 2, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി സാർട്ടോറിയസ്. ഇത് റോങ് ആണ്. സ്റ്റേപ്പീഡിയസ് ആണ് ഏറ്റവും ചെറിയ പേശി. 4. വിയ്യാപുരം റിസർവ് വനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വിയ്യാപുരം റിസർവ് വനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ 2, ആലപ്പുഴ ജില്ല. വിയ്യാപുരം റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. 5. ഏത് ഉപകരണമാണ് ആപേക്ഷിക ആർദ്രത കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ 3, ഹൈഗ്രോമീറ്റർ. ആൻസർ ഓപ്ഷൻ 3, ഹൈഗ്രോമീറ്റർ. 6. ആനക്കയം, മൃദുല, പ്രിയങ്ക, മാടക്കത്തറ തുടങ്ങിയവ ഏതു കാർഷിക വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ്? ആൻസർ ഓപ്ഷൻ 4, കശുവണ്ടി. ആൻസർ ഓപ്ഷൻ 4, കശുവണ്ടി. 7th ക്വസ്റ്റ്യൻ, ഏതിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് കാൻഡല? ഏതിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് കാൻഡല? ആൻസർ ഓപ്ഷൻ 1, പ്രകാശ തീവ്രത. ആൻസർ ഓപ്ഷൻ 1, പ്രകാശ തീവ്രത. 8. ആവർത്തന പട്ടികയിൽ ആറ്റോമിക സംഖ്യ 115 മൂലകത്തിൻ്റെ പേര് ലഭിച്ചിരിക്കുന്നത് ഏതു രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരത്തിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ 4, റഷ്യ. ആൻസർ ഓപ്ഷൻ 4, റഷ്യ. 9. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചതിലൂടെ 1921 നോബൽ സമ്മാനം സ്വന്തമാക്കിയ ശാസ്ത്രജ്ഞൻ? ആൻസർ ഓപ്ഷൻ 2, ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൻസർ ഓപ്ഷൻ 2, ആൽബർട്ട് ഐൻസ്റ്റീൻ. 10. ഊർജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്ത് നിന്ന് വരുന്നതുമായ വികിരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3, കോസ്മിക് രശ്മി. ആൻസർ ഓപ്ഷൻ 3, കോസ്മിക് രശ്മി. 11. അരിമ്പാറ ഉണ്ടാവാൻ കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? അരിമ്പാറ ഉണ്ടാവാൻ കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ 1, വൈറസ്. ആൻസർ ഓപ്ഷൻ 1, വൈറസ്. 12. ഫ്രഞ്ച് പോക്സ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഫ്രഞ്ച് പോക്സ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4, സിഫിലസ്. ഫ്രഞ്ച് പോക്സ് എന്നറിയപ്പെടുന്ന രോഗം സിഫിലസ്. 13. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ 2, മുണ്ടിനീര്. ആൻസർ ഓപ്ഷൻ 2, മുണ്ടിനീര്. 14. റാബിസ് വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? റാബിസ് വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്?
ആൻസർ ഓപ്ഷൻ 3 ലൂയി പാസ്ചർ. റാബീസ് വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ലൂയി പാസ്ചർ. 15 കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ 1 തിരുവനന്തപുരം. ആൻസർ ഓപ്ഷൻ 1 തിരുവനന്തപുരം. 16 സമൂഹത്തിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അടിയന്തര ഘട്ടത്തിൽ ധനസഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 അതിജീവിക. ആൻസർ ഓപ്ഷൻ 4 അതിജീവിക. 17 റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യ മണിക്കൂറിൽ തന്നെ അടിയന്തര ചികിത്സ ലഭ്യമാക്കാനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സൗജന്യ ആംബുലൻസ് ശൃംഖല. ആൻസർ ഓപ്ഷൻ 2 കനിവ് 108. ആൻസർ ഓപ്ഷൻ 2 കനിവ് 108. 18 കുടുംബശ്രീ റീജിയണൽ ക്യാൻസർ സെന്ററുമായി ആരോഗ്യവകുപ്പുമായും സഹകരിച്ച് അർബുദ രോഗനിർണയ സ്ക്രീനിങ്ങും ബോധവൽക്കരണവും നടത്തുന്ന പദ്ധതി. ആൻസർ ഓപ്ഷൻ 3 സ്വാസ്ഥ്യം. ആൻസർ ഓപ്ഷൻ 3 സ്വാസ്ഥ്യം. 19 ആശുപത്രിയിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ മാതൃ നവജാത ശിശുമരണ നിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷന്റെ നേതൃത്വത്തിൽ 2005 ഏപ്രിൽ 12 ആരംഭിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 ജനനി സുരക്ഷാ യോജന. 20 1975 പ്രാബല്യത്തിൽ വന്ന റംസാർ കൺവെൻഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ 4 തണ്ണീർത്തടങ്ങൾ. ആൻസർ ഓപ്ഷൻ 4 തണ്ണീർത്തടങ്ങൾ. 21 ഗൂഗിളിൻ്റെ ബിസിനസ് സോഫ്റ്റ്വെയർ പാക്കേജായ ജി സ്യൂട്ടിൻ്റെ പുതിയ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ 2 ഗൂഗിൾ വർക്ക് സ്പേസ്. ആൻസർ ഓപ്ഷൻ 2 ഗൂഗിൾ വർക്ക് സ്പേസ്. 22 ആദ്യത്തെ പത്മഭൂഷൺ ജേതാക്കളിൽ ഒരാളായ ജെമിനി റോയ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ 3 ചിത്രകല. ആൻസർ ഓപ്ഷൻ 3 ചിത്രകലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 23 കേളി ദ്വൈമാസിക പുറത്തിറക്കുന്ന സാംസ്കാരിക സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 കേരള സംഗീത നാടക അക്കാദമി. ആൻസർ ഓപ്ഷൻ 1 കേരള സംഗീത നാടക അക്കാദമി. 24 ഏതു ചലച്ചിത്രത്തിലെ അഭിനയത്തിനാണ് 1968 ശാരദയ്ക്കും മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ 4 തുലാഭാരം. ആൻസർ ഓപ്ഷൻ 4 തുലാഭാരം. 25 1917 ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ച ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് 1924 സമുദായ അംഗങ്ങളുമായി ചേർന്ന് ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു വിപ്ലവം സൃഷ്ടിച്ചത്? ആൻസർ ഓപ്ഷൻ 2 കുറുമ്പൻ ദൈവത്താൻ. ആൻസർ ഓപ്ഷൻ 2 കുറുമ്പൻ ദൈവത്താൻ. 26 1946 നടന്ന കൂട്ടംകുളം സമരം ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ 3 കൂടൽ മാണിക്യ ക്ഷേത്രം. ആൻസർ ഓപ്ഷൻ 3 കൂടൽ മാണിക്യ ക്ഷേത്രം. 27 മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച വർഷം. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 1886. ആൻസർ ഓപ്ഷൻ 1 1886. 28 യൂറോപ്പിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധത്തിന് അവസാനം കുറിച്ച് ഏത് സന്ധിയാണ് ഉത്തര കേരളത്തിൽ അവർ തമ്മിൽ സമാധാനം പുലർത്താൻ ഇടയാക്കിയത്? ആൻസർ ഓപ്ഷൻ 4 എയ്ല ഷാപ്പേൽ ഉടമ്പടി. ആൻസർ ഓപ്ഷൻ 4 എയ്ല ഷാപ്പേൽ ഉടമ്പടി. 29 ഏത് നവോത്ഥാന നായകനാണ്
ബാലഗുരു എന്നറിയപ്പെടുന്നത്? ഏത് നവോത്ഥാന നായകനാണ് ബാലഗുരു എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ 2 വാഗ്ഭടാനന്ദൻ. ആൻസർ ഓപ്ഷൻ 2 വാഗ്ഭടാനന്ദൻ. 30 കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ സ്വന്തമാക്കിയ ആദ്യ മലയാളി വനിതാ കായിക താരം? ആൻസർ ഓപ്ഷൻ 3 അഞ്ജു ബോബി ജോർജ്. ആൻസർ ഓപ്ഷൻ 3 അഞ്ജു ബോബി ജോർജ്. 31 താഴെ കൊടുത്ത സംസ്ഥാനങ്ങളിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്, മിസോറാം, മധ്യപ്രദേശ്, നാഗാലാൻഡ്. ആൻസർ ഓപ്ഷൻ 4 നാഗാലാൻഡ്. ആൻസർ ഓപ്ഷൻ 4 നാഗാലാൻഡ്. 32 ഒരു വ്യക്തി ഇന്ത്യൻ രാഷ്ട്രപതി ആകാനുള്ള യോഗ്യതകൾ പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ആർട്ടിക്കിൾ 58. ആൻസർ ഓപ്ഷൻ 2 ആർട്ടിക്കിൾ 58. 33 ചുവടെയുള്ളതിൽ പഞ്ചായത്തി രാജ് സംവിധാനവുമായി ബന്ധമില്ലാത്ത കമ്മിറ്റി ഏതാണ്? ചുവടെയുള്ളതിൽ പഞ്ചായത്തി രാജ് സംവിധാനവുമായി ബന്ധമില്ലാത്ത കമ്മിറ്റി ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 ദിനേശ് ഗോസ്വാമി കമ്മിറ്റി. ആൻസർ ഓപ്ഷൻ 2 ദിനേശ് ഗോസ്വാമി കമ്മിറ്റി. 34 ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 48A എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 48A എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ 3 പരിസ്ഥിതി സംരക്ഷണം. ആൻസർ ഓപ്ഷൻ 3 പരിസ്ഥിതി സംരക്ഷണം. 35 രാഷ്ട്രത്തിനു കീഴിലുള്ള ഏതൊരു ഓഫീസിലും തൊഴിലിനോ നിയമനത്തിനോ തുല്യ അവസരം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന വകുപ്പ്? ആൻസർ ഓപ്ഷൻ 1 ആർട്ടിക്കിൾ 16. ആൻസർ ഓപ്ഷൻ 1 ആർട്ടിക്കിൾ 16. 36 ഇന്ത്യൻ ഭരണഘടനയിലെ 18-ാം ഭാഗം പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ 18-ാം ഭാഗം പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ 4 അടിയന്തരാവസ്ഥ. ആൻസർ ഓപ്ഷൻ 4 അടിയന്തരാവസ്ഥ. 37 1947 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ 2 ബൽദേവ് സിംഗ്. ആൻസർ ഓപ്ഷൻ 2 ബൽദേവ് സിംഗ്. 38 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനരേകീകരിക്കാൻ രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ 4 VP മേനോൻ. ആൻസർ ഓപ്ഷൻ 4 VP മേനോൻ. 39 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും അവസാനമായി ഇന്ത്യൻ യൂണിയനിൽ ലയിക്കപ്പെട്ട പ്രദേശം ഏതാണ്? മാഹി, കാരയ്ക്കൽ, ദിയു, യാനം. ആൻസർ ഓപ്ഷൻ 3 ദിയു. ആൻസർ ഓപ്ഷൻ 3 ദിയു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 40 താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പൗസ് ചെയ്ത് റീഡ് ചെയ്യുക. റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ 1 പെരിയാറാണ് ആദ്യകാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്നത്. ഇത് റോങ് ആണ്. ബാരിസ് എന്നറിയപ്പെട്ട നദി പമ്പയാണ്. ബാലൻസ് 3 ഓപ്ഷനും കറക്റ്റ് ആണ്. താങ്ക് യു.